എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കെയർ ചെയ്യുക. ദെൻ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ഹെയർ കട്ട് വീഡിയോ ആണ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ഹെയർ ലെയർ കട്ട് ചെയ്യാം. അത്യാവശ്യം ഉള്ളു തോന്നിക്കുന്ന പോലെ. എന്നാൽ നമ്മൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത് ഒക്കെ പോവില്ലേ, അങ്ങനെ ഇല്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതുപോലെ നമ്മുടെ മുടിയും ഇടുന്ന ബണ്ണുണ്ടല്ലോ, അങ്ങനത്തെ ബൺസ് ഉണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം വേണം. പിന്നെ നമ്മുടെ ഒരു കത്രിക, നല്ല മൂർച്ചയുള്ള ഒരു കത്രിക വേണം. ദെൻ കോമ്പ്, മുടിയിടാൻ കോമ്പ്, അത്രയേ ഉള്ളൂ. ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മൾക്ക് തന്നെ സ്വന്തമായിട്ട് ലെയർ കട്ടോ എന്ത് കട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ കൂടുതൽ ചെറിയൊരു ലെയർ കട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മുടി വെട്ടാൻ ഉദ്ദേശിക്കുമ്പോൾ നന്നായി ഷാമ്പു ഇട്ടിട്ട് എണ്ണമയം ഇല്ലാതെ വേണം മുടി വയ്ക്കാൻ. എന്നിട്ട് നന്നായിട്ട് ചിക്കോർക്കുക, തീരെ ചെടയില്ലാണ്ട് ചിക്കോർക്കുക. നല്ല അകന്ന പല്ലുള്ള ചീർപ്പുകൊണ്ട് ചിക്കോർക്കുക. അതിനുശേഷം നമ്മളുടെ നീർവാച്ചിലുണ്ടല്ലോ, നീർവാച്ചിലിട്ട് 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യുക മുടി. ദെൻ നമ്മൾ പണ്ട് സ്കൂളിലേക്കൊക്കെ കിട്ടില്ലേ, 2 സൈഡിലേക്കായിട്ട് പോണിറ്റെയിലായിട്ട് നന്നായി കയറ്റി 2 ഭാഗത്ത്, അതേമാതിരി 2 ഭാഗത്ത് ആയിട്ട് ഇത് ബണ്ണിട്ട് കൊടുക്കുക. ഏകദേശം ഒരു അളവ് പറയുകയാണെങ്കിൽ നമ്മുടെ പിരികമുണ്ടല്ലോ, പിരികത്തിൻ്റെ ആ തുമ്പ് ഭാഗം എത്തുന്നതിൻ്റെ നേരെയായിട്ട് എടുക്കുന്ന ഭാഗത്ത്, ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ഇതിങ്ങനെ 2 സൈഡിലും കെട്ടിയെടുക്കുന്നത്. എന്നിട്ട് ഈ മുടി നന്നായി ഒന്ന് ഈരിയതിന് ശേഷം താഴേക്ക് ഒരു ബണ്ണിട്ട് കൊടുക്കുക. താഴേക്ക് ബണ്ണിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുടി നന്നായി ഈരിയിട്ട് ഈവണായിട്ട് വേണം നമ്മൾ ബണ്ണിട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ 2 സൈഡിലും ഞാനിപ്പോൾ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം നീളം, കറക്റ്റ് ടോട്ടൽ എത്രത്തോളം നീളം വെട്ടിക്കളയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ ഇപ്പോൾ വെട്ടാൻ പോകുന്നത്. 2ഉം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഞാനിവിടെ 1 ഇഞ്ചോളമാണ് വെട്ടി കൊടുക്കുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും വെട്ടുന്നില്ല. കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വെട്ടാൻ പറ്റും. കണ്ടോ, തുമ്പ് ഭാഗം അങ്ങനെ ആകെ നൂല് പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് ഏകദേശം ഒരു 1.5 ഇഞ്ചോളം ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. തുമ്പ് ഭയങ്കര ചൂല് പോലെയൊക്കെയുള്ളവരാണെങ്കിൽ കൂടുതൽ വെട്ടിക്കളയാം. ഞാനിപ്പോൾ അധികം വെട്ടുന്നില്ല, അധികം ലെങ്ത്ത് കളയുന്നില്ല. ഇനി നമുക്ക് ഈ ബണ്ണൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ള് ഹെയർ മുമ്പിലേക്ക് നന്നായി ചെട ഇല്ലാതെ മുമ്പിലേക്ക് ഈരിയിട്ട് അവിടെ ഒരു ബണ്ണിട്ട് കൊടുക്കുക. ഇതിൽ കാണുന്ന പോലെ ഫുള്ള് എല്ലാ ഭാഗത്തു നിന്നും ബാക്കിൽ നിന്നും നമ്മൾ മൊത്തത്തിൽ ഈരിയെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെയായിട്ട് നമ്മൾ ഒരു ബണ്ണിടണം. ഇനി നേരത്തെ ചെയ്ത പോലെ ഈ ബണ്ണിട്ട ഭാഗത്ത് നിന്ന് നമ്മൾ ഒന്ന് ഈരി കൊടുക്കുകയാണ്. ഈരി കൊടുത്ത് ഈവണാക്കിയതിന് ശേഷം അതിൻ്റെ തുമ്പ് ഭാഗത്ത് ഒരു ബണ്ണ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, അധികം കട്ട് ചെയ്ത് കളയരുത്. മാക്സിമം ഒരു 1 ഇഞ്ചിനും കൂടുതലൊന്നും കട്ട് ചെയ്യരുത്. ഞാനിവിടെ 6 മന്ത്സ് കൂടുമ്പോഴാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തുമ്പ് ഭാഗം ഒരു 1 ഇഞ്ചോളം 1.5 ഇഞ്ചോളം വരുന്ന മാതിരി തുമ്പ്, ഇങ്ങനെ ചൂല് പോലെ നിൽക്കുന്ന തുമ്പ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ദെൻ നമ്മളിനി ഇതിൻ്റെ കെട്ടൊക്കെ അഴിച്ച് ഒന്നുകൂടെ ചെടയൊക്കെ മാറ്റി നമ്മൾ നീർവാച്ചിലിട്ടിട്ട് എടുക്കുകയാണ്. നീർവാച്ചിലിട്ടിട്ട് ഫുള്ള് ചെട തീർത്ത് എടുക്കുകയാണ്. ദെൻ ഇനി നമുക്ക് സെക്കൻഡ് ലെയർ എടുക്കണം. അതിന് നമ്മുടെ ചെവി ഉണ്ടല്ലോ, ഈ ഭാഗം കണ്ടോ, ഈ ചെവിയുടെ ഈ ഭാഗത്ത് നിന്ന് നമ്മളൊരു ക്രൗൺ പോർഷൻ മാതിരി കൈകൊണ്ട് ഇങ്ങനെ വട്ടെടുത്ത് എടുക്കാം. എന്നിട്ട് ഈ പോർഷൻ ഫുള്ള് നമ്മൾ ആദ്യം ഫുള്ള് മുടി എടുത്ത പോലെ തന്നെ ഇതിൽ കാണുന്നത് കാണല്ലേ, കണ്ടോ, ഇതിൽ കാണുന്ന പോലെ നമ്മൾ ഫുള്ള് മുടി ഫ്രണ്ടിലോട്ട് എടുത്ത് വീണ്ടും ബണ്ണിടുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എല്ലാ മുടിയും കൂടിയാണ് എടുത്തത്. ഇത് നമ്മളിപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെവിയുടെ ഭാഗത്ത് നിന്ന് മാത്രം എടുത്തിട്ട് നമ്മൾ അത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ ചെയ്ത പോലെ തന്നെ, പക്ഷേ നമ്മളിവിടെ ഒരു 2 ഇഞ്ചോളം കട്ട് ചെയ്യുന്നുണ്ട്. അതായത് സെക്കൻഡ് ലെയർ കുറച്ച് കയറി നിൽക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഏകദേശം 1.5-2 ഇഞ്ചോളം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്, അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 1 ഇഞ്ച് കട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ച് ഈരി നോക്കുക. ഇപ്പോൾ ഇറക്കം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. സോ സെക്കൻഡ് ലെയർ കഴിഞ്ഞ് തേർഡ് ലെയറിന് ഞാൻ ഈ പിരികത്തിൻ്റെ ഈ പോയിന്റ് വരുന്നുണ്ടല്ലോ ഇതിൽ, അവിടെ നിന്ന് ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇതുപോലെ ഒരു ക്രൗൺ പോർഷൻ, ഒരു ചെറിയ പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് ഞാനത് നമ്മൾ സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ ഫസ്റ്റ് ലെയറും ചെയ്ത പോലെ തന്നെ
ഫ്രണ്ടിലോട്ട് എടുത്ത് ബണ്ണിട്ടതിന് ശേഷം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി മുമ്പ് ലെയർ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വളരെ കുറവാണ്. സ്റ്റിൽ ഞാനിതിന് ഏകദേശം 1.5 ഇഞ്ചോളം ഞാനിതിന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഈ തേർഡ് ലെയർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ വന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത് നോക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഷോൾഡറിനേക്കാൾ കുറച്ച് താഴേക്ക് കിടക്കുന്ന മാതിരിയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു 1.5 ഇഞ്ചിനോളം ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഇത്രയും ആയാൽ തന്നെ നമുക്ക് ഏകദേശം നല്ല ലെയർ ആയിട്ടുണ്ട്. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് മുടി ഇങ്ങനെ ഫുള്ളായിട്ട് നെറുകയിലേക്ക് കെട്ടിയതിന് ശേഷം അതിൻ്റെ ടോട്ടൽ തുമ്പ് എടുത്തതിന് ശേഷം നമുക്ക് ആ തുമ്പ് ഭാഗത്ത് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും കട്ട് ചെയ്യരുത്, ഒരു 1/2 ഇഞ്ചോളം കട്ട് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ എന്നാലാണ് ലെയർ കറക്റ്റായിട്ട് ഇങ്ങനെ നല്ല വോള്യത്തിൽ നിൽക്കുള്ളൂ, നമ്മുടെ മുടി നല്ല വോള്യം ഉണ്ടെന്ന് തോന്നുള്ളൂ. എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് മുടി ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ലെയർ അറിയാൻ കുറച്ച് പാടായിരിക്കും. ഇത് ഹെയർ ഡ്രയർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെയർ മനസ്സിലാവും, നല്ല വോള്യം തോന്നും. ഇതാ കണ്ടോ, കുറച്ച് മുടി, വളരെ കുറച്ച് മുടിയേ പോയിട്ടുള്ളൂ. ഹായ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹെയർ കട്ട് കഴിഞ്ഞു. ഒരു നല്ല തിക്നെസ് ഫീൽ ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ലെയർ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ലെയർ ഷോപ്പിൽ പോയിട്ട് ചെയ്തിട്ടുള്ളപ്പോൾ എനിക്ക് നല്ലോണം അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയത്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത മുടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത്രത്തോളം ഏകദേശം ഒരു 3 ഇഞ്ചസോളം വളർന്നത് ശരിക്കും കാണാം. ഒരു 6 മന്ത്സിലാണ്. ഇപ്പോൾ ജനുവരിയിലാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തത്. അപ്പോൾ ജനുവരി ഡിസംബർ ലാസ്റ്റൊക്കെ ആയിട്ടാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 6 മന്ത്സ് കഴിഞ്ഞു. അപ്പോൾ ഒരു 3 ഇഞ്ചിൻ്റെ അടുത്ത് വളർന്നിട്ടുണ്ട്. ഇതാണ് മുടിയുടെ വളർച്ച. നമ്മുടെ ഹെയർ കെയർ റുട്ടീൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും യൂസ് ആവും എന്നല്ല, ചിലരുടെ ഹെയർ അനുസരിച്ച് അത് യൂസ് ആവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയ്ത റൂട്ടീൻസ് ഒരു 90% ആൾക്കാർക്കും യൂസ് ആവുന്ന ഒരു റൂട്ടീനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഹെയർ കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 6 മന്ത്സിൽ അല്ലെങ്കിൽ ഒരു 5 മന്ത്സിലൊക്കെ ഒരു 3 ഇഞ്ച് വരെയൊക്കെയാണ് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പം അതിൽ ഈ സ്ട്രെയിറ്റനിങ് അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ കെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല. ഞാനിപ്പോൾ ഒരു 4 ടൈംസിന് മേലെ ആയിട്ടുണ്ട് അത് ചെയ്യുന്നത്. ഒരു 4 ടൈംസ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് അതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ചെറുതായിട്ട് മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. കാരണം ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ചൂടുള്ള സമയത്ത്, ചൂട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി അധികം ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. നന്നായി കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും, എനിക്ക് പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മുടി വളരില്ല ഞാൻ എന്തോരം ചെയ്താലും, പക്ഷെ ഞാനിപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി വളരും. മുടി വളർത്താൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ഹെയർ കെയർ ടിപ്സ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എന്തായാലും അടുത്ത് തന്നെ വരാം. നമ്മുടെ ഹെയർ സ്ട്രെയിറ്റനിങ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹെയർ സ്ട്രെയിറ്റനിങ് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.